മഞ്ഞും തണുപ്പും നിറഞ്ഞ കുംഭമാസത്തിലെ കറുത്ത പക്ഷചതുർദശി. ലോകമെമ്പാടുമുള്ള ശിവഭക്തർക്ക് ഇത് വെറുമൊരു ദിവസമല്ല, പുണ്യപുരാതനമായ മഹാശിവരാത്രിയാണ്. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ദിനത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്താണ് ശിവരാത്രി? ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. അന്ധകാരത്തെ നീക്കി പ്രകാശം പരത്തുന്ന രാവ് എന്നാണ് ശിവരാത്രി കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രപഞ്ചനാഥനായ പരമശിവനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ആഘോഷമാണിത്. 2 പ്രധാന ഐതിഹ്യങ്ങൾ. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട പ്രധാനമായും 3 കഥകളാണ് പ്രചാരത്തിലുള്ളത്. പാലാഴി മഥനം. ദേവാസുരന്മാർ അമൃതിനായി പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നുവന്ന ഭയാനകമായ ഹലാഹല വിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്തു. ലോകരക്ഷാർത്ഥം ഭഗവാൻ വിഷം തൊണ്ടയിൽ കുടുക്കി നീലഗന്ധനായി മാറിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. ശിവപാർവതി പരിണയം. കൈലാസനാഥനായ ശിവനും പാർവതീദേവിയും വിവാഹിതരായ ദിനമായും മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നു. പ്രകൃതിയും പുരുഷനും ഒന്നാകുന്നതിന്റെ പ്രതീകമാണിത്. ലിംഗോദ്ഭവം. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ താനാണ് വലുതെന്ന അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ ശിവൻ ഒരു അനന്തമായ അഗ്നിസ്തംഭമായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്തംഭത്തിന്റെ ആദിയും അന്തവും കണ്ടെത്താൻ കഴിയാതെ അവർ പരാജയപ്പെടുകയും ഭഗവാന്റെ മഹത്വം തിരിച്ചറിയുകയും ചെയ്ത ദിനമാണിത്. 3 വ്രതാനുഷ്ഠാനങ്ങൾ. ശിവരാത്രി വ്രതം നോൽക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉറക്കമിളപ്പ്. മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവത് ചിന്തയോടെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നത് അറിവിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ഉപവാസം. ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനായി പൂർണ്ണമായോ ഭാഗികമായോ ഭക്ഷണം ഉപേക്ഷിക്കുന്നു. അഭിഷേകം. ശിവലിംഗത്തിൽ പാൽ, നെയ്യ്, തേൻ, ജലം എന്നിവ കൊണ്ട് നടത്തുന്ന അഭിഷേകം മനസ്സിന്റെ ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ഓം നമഃ ശിവായ മന്ത്രോച്ചാരണങ്ങളാൽ ക്ഷേത്രങ്ങൾ മുഖരിതമാകുന്ന സമയം. 4 കൂവളത്തിന്റെ പ്രാധാന്യം. ശിവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂവളത്തില കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നത്. മുജ്ജന്മ പാപങ്ങൾ പോലും കൂവളാർച്ചനയിലൂടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. കൂവളത്തിന്റെ 3 ഇലകൾ ഭഗവാന്റെ ത്രിനേത്രങ്ങളെയും തൃശൂലത്തെയും സൂചിപ്പിക്കുന്നു. കേവലം ഒരു മതാചാരത്തിനപ്പുറം നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞതയെയും നശിപ്പിച്ച് മനസ്സിനെ ശാന്തമാക്കാനുള്ള അവസരമാണ് മഹാശിവരാത്രി നൽകുന്നത്. ലോകം മുഴുവൻ നന്മയും ഐശ്വര്യവും നിറയാൻ ആദിദേവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഭക്തിനിർഭരമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.